നമസ്കാരം. എൻ്റെ വീട്ടുമുറ്റത്തെ ഈ മാവ് വർഷങ്ങളായിട്ട് പൂക്കാറില്ല. അപ്പോൾ ഞാനൊരു ചെറിയ ട്രിക്ക് പ്രയോഗിച്ചു. അതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്നറിയില്ല. അപ്പോൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞിങ്ങനെ റൗണ്ട് ഇട്ട് കൊടുത്തു, തൂല് റൗണ്ട് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ ഈ ഭാഗത്തായിട്ട് റൗണ്ടിൽ തോല് ഇങ്ങനെ ചുറ്റി മുറിച്ച് കൊടുത്ത്. അപ്പോൾ ഇതാ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പൂ വിരിഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പൂ വിരിഞ്ഞിട്ടുണ്ട്. ചെറിയ കണ്ണിമാങ്ങകൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയവശം ആരെങ്കിലും അറിയെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം. ഒരുപാട് കാലമായി ഇതുവരെ ഇത് ഒരു തവണ പോലും പൂത്തിട്ടില്ല. പക്ഷേ ഇപ്പം ഈ ഒരു വർഷം പൂത്തിട്ടുണ്ട്. നേരെ മറിച്ച് ഞാൻ ഒരു മാസമായിട്ട് തൊണ്ടിയിലെ അഗ്രോ ഇൻപുട്ട് സെൻ്ററിൽ നിന്ന് വാങ്ങിയ ജോഷിയേട്ടൻ എനിക്ക് തന്നതാണിത്. തൊണ്ടി നട്ടു നോക്കാൻ പറഞ്ഞു ഒരു മാസം മുന്നേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പൂ വന്ന് ചെറിയ ചെറിയ മാങ്ങ ആയി വരുന്നുണ്ട്. ഇപ്പം എന്താണ് അതിൻ്റെ കാര്യമെന്നറിയില്ല. വലിയൊരു കൃഷിക്കാരനൊന്നുമല്ല, അല്പം ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നതാണ്. അതേപോലെ റംബുട്ടാൻ, ഇതും അഗ്രോ ഇൻഫുട്ട് സെൻ്ററിലെ ജോഷിയേട്ടൻ്റെ എടുക്കുന്ന ഇത് വാങ്ങിയതാണ്. ഇതും ഇപ്പം നിറയെ പൂത്തിട്ടുണ്ട്. വളം സാധാരണ ചാണകപ്പൊടിയും അങ്ങനെയുള്ള ജൈവവളങ്ങളൊക്കെയാണ് കൊടുക്കാറ്. ഇതും അതുപോലെ തന്നെ ജോഷിയേട്ടൻ എനിക്ക് തന്നതാണ്. ഇത് മുന്നേറണം വാങ്ങി അത് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ചക്ക കായ്ച്ചിട്ടുണ്ട്. ആള് ചെറുതാ, ഒരു ചക്ക കായ്ച്ചിട്ടുണ്ട്. ഇത് സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കൊടുത്തതാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല. എന്താണിത്, മാങ്കോസ്റ്റാണോ എന്താണെന്നറിയില്ല. ഇതും അതേപോലെ തന്നെയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ പുതി വന്ന് ചെറുതായിരുന്നു.